ரஜினி முடிஞ்சு போச்சு. மெயின் தலையே போயிடுச்சு. கொஞ்சம் அங்கே பாரு கண்ணா. இல்லைங்க, இன்னொரு தலை வருது. எவ வர போறா புதுசா? കാണാൻ പോണ പൂരത്തെ പറ്റി ഇപ്പൊ ഞാനൊന്നും പറയുന്നു. അതൊരു രാഷ്ട്രീയ സസ്പെൻസ് ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ ഈശ്വർ ആൻഡ് ഓൾ അവർ ഓഡിയൻസ്, മറ്റൊരു ലൈവിലേക്ക് സ്വാഗതം. சிறப்பான தரமான சவாலா இனி பாப்பீங்கடா. ആരംഭിക്കലാങ്ങളാ. അപ്പൊ രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് ബാക്കി പറയാന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ആരിഫ് ഹുസൈൻ ജി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വയലന്റ് ആയ, ഏറ്റവും ആക്രമണകാരിയായ മതം ഇസ്ലാം മതമെന്നാണ്. വയലന്റ് ആയ, ആക്രമണകാരിയായ മതം ഇസ്ലാമാണെന്നല്ല അതിന്റെ അർത്ഥം. വയലൻസ് പ്രൊപ്പൻസിറ്റി എന്നാണ് പറഞ്ഞത്. ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്നുള്ളത് രാഹുൽ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. തുടക്കം തന്നെ ലക്ഷണക്കേടാ. അതിന്റെ അർത്ഥം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന രൂപത്തിൽ വയലൻസിന് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന ഒരു മതം, ഇതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഓരോന്ന് പറഞ്ഞുള്ള സന്തോഷം കലക്കല്ലേ. അദ്ദേഹത്തിന് ChatGPT 03 ഉണ്ടാവും, എനിക്ക് ChatGPT 4o ഉണ്ട്. ഓഹോ, നോട്ട് ദ പോയിന്റ്, ChatGPT 4o. ഓക്കെ, ഞാൻ ഉപയോഗിച്ചത് O3, രാഹുൽ ഈശ്വർ ഉപയോഗിച്ചത് 4o. നീ തെറ്റിക്കരുത്. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കേ, പണി ഞാൻ തരുന്നുണ്ട്. ഈ ChatGPT ഇന്നിപ്പോ ഇസ്ലാമിന്റെ വലിയ രക്ഷകനായി മാറാനുള്ള ഒരു അവസരമാണ് ഇവർ നോക്കിയത്. ഒരു കാര്യമില്ല. വാട്ട് ഈസ് ദ വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ഓഫ് ഓൾ റിലീജിയൻസ് ഐഡിയോളജീസ്? ChatGPT 4 ആണ്. വത്സന് നമ്മെ കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. There is no scientifically valid or universally accepted violence propensity score. അങ്ങനെ ഒരു violence propensity score എന്നൊരു കാര്യമില്ല. സമ്മതിച്ചേ? രാഹുൽ ഇതിൽ ചെയ്ത രണ്ട് മിസ്റ്റേക്സ് ആണ്. ഒന്ന്, O3 ആണ് പഴയത്, അല്ലെങ്കിൽ O3യേക്കാൾ മുന്തിയതാണ് 4o എന്നൊരു തെറ്റിദ്ധാരണ രാഹുലിനോട് വന്നിട്ടുണ്ട്. വ്യക്തമായില്ല. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. രണ്ട്, ഇവിടെ ഇതുപോലൊരു ലോങ് സെർച്ച് കഴിഞ്ഞ് അതിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന കൊറി കൊടുത്തുണ്ടാക്കുന്ന ഒരു സാധനം തിരിച്ചിട്ട് കൊടുത്തിട്ട് രാഹുൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ChatGPT ഇതേ പറയുള്ളൂ. അപ്പൊ അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ അതും ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ChatGPTയുടെ ഒരു സാധനം വെച്ചിട്ട് ഒരാളൊരു നമ്മളെ ഗ്രൂപ്പിലൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ആള് ചെയ്തത് എന്താണ്? ഇതേപോലെ ഒരു സ്കോർ അങ്ങോട്ട് പുള്ളി ഉണ്ടാക്കി, എന്നിട്ട് അതിനൊരു ചിത്രം ഉണ്ടാക്കി. അപ്പൊ ഞാനത് തിരിച്ചിട്ടിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് സംഗതി ഇത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ChatGPT പറയുന്നത് അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ചിത്രം ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. എന്നാ പിന്നെ തുടങ്ങാം. ഈ ഇമേജ് ഇത് കാണാമല്ലോ. 200 വർഷത്തെ കണക്കെടുത്തിട്ട് ഏതാണ് വയലൻസ് സ്കോർ ബൈ റിലീജിയൻ ഇത് ആൾ ചോദിച്ചു. അപ്പോൾ ആൾക്കൊരു ഉത്തരം കിട്ടി. അതിന്റെ ബേസിസിൽ ആൾ ചിത്രം ഉണ്ടാക്കി, അതെനിക്ക് അയച്ചു തന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതേ ചിത്രം നമ്മളുടെ ChatGPTയിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. എന്നിട്ട് ഞാൻ അവിടെ ചോദിച്ചു, ഈസ് ദിസ് ക്രിയേറ്റഡ് ബൈ ChatGPT, ഈസ് ഇറ്റ് കറക്റ്റ്? ഇതിനകത്ത് എഴുതിയ സാധനം ശരിയാണോ, ഇത് ChatGPT ഉണ്ടാക്കിയതാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ആൻസർ കാണാം. ദിസ് ചാർട്ട് വാസ് നോട്ട് ജനറേറ്റഡ് ബൈ ChatGPT. ഇതാണ് അതിന്റെ ഉത്തരം വരിക. അപ്പൊ ഞാൻ തന്ന സാധനം വെച്ച് രാഹുൽ ചെറു ചോദിച്ചാൽ ഇത് തന്നെയാണ് ഉത്തരം വരിക. ഇത് ഇവരുടെ ഒരു പോളിസിയാണ്. കാരണം ആരാണ് യൂസറിന്റെ ഐഡന്റിറ്റി ഇവർ റിവീൽ ചെയ്യില്ല. ഇതാരാണ് ഉണ്ടാക്കിയതെന്നോ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഇതൊന്നും അവിടേക്ക് വരില്ല. ആ കൊറിയോ ഇതൊന്നും വരില്ല അൺലെസ് നമ്മളത് പബ്ലിക് ആക്കണം. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് 3 അടി മുന്നോട്ട് ചാടാനായിരുന്നു. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ഇതും രാഹുൽ ഈശ്വറിന് സംഭവിച്ചു. എന്റെ പൊട്ടുബുദ്ധിക്ക് വെറുതെ തോന്നിയതാ. ഇനി കൈപ്പഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞ ചേട്ടൻ വീണ്ടും വരൂട്ടാ. അപ്പൊ ഇതിൽ ഫ്രീ വേർഷനും പെയ്ഡ് വേർഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. അപ്പൊ ഫ്രീ വേർഷനിൽ അതിന്റെ റൺ ചെയ്യുന്ന മോഡ് ChatGPTയുടെ വേർഷനാണ് ഈ 4.1 എന്ന് പറയുന്നത്. ഇതിന്റെ റീസണിങ് മോഡൽ എന്ന് പറയുന്നത് ഏതാണ്? അതാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ആ AI മോഡൽ എന്ന് പറയുന്നത്. അത് ഏതാണ്? അത് 4o ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ആണ് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ChatGPT 4o ഉണ്ട്. ഇനി എന്തെല്ലാം നീ കേൾക്കാനിരിക്കുന്നു?
കേട്ട് ഞെട്ടാതിരിക്കും. ഇതിന്റെ പ്ലസ് വേർഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എന്താണ് കിടക്കുന്നത്? അതിന്റെ പ്രത്യേകത ഫ്രീ വേർഷനിലുള്ളതെല്ലാം നമുക്ക് കിട്ടും. അതോടൊപ്പം ആക്സസ് ടു ഡീപ് റിസർച്ച് ആൻഡ് മൾട്ടിപ്പിൾ റീസണിംഗ് മോഡൽസ്. അപ്പൊ റീസണിംഗ് മോഡൽസ് ആണ് അവിടെ വ്യത്യാസം വരുന്നത്. ഈ റീസണിംഗ് മോഡലാണ് ഞാൻ ഉപയോഗിച്ചത് O3 എന്ന് പറയുന്നത്. രാഹുൽ 4O ആണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് ChatGPT 4O ഉണ്ട്. ഈ 4O എന്ന് പറയുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് O3 അല്ല. അത് O3 അതിന്റെ താഴെ വരുന്ന സാധനങ്ങളാണ് അതിനകത്ത് റൺ ചെയ്യുന്നത്. ഇതാണ് രാഹുലിനോട് പറ്റിയ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക്. അതാണ്. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയണ്ട. ഇനി ഓപ്പൺ ഐയുടെ O4 മിനി രണ്ടുപേർക്കും എഗ്രി ചെയ്യാം. എനിക്കൊന്ന് എഗ്രി ചെയ്ത് പോവാന്ന്. ചാറ്റ് GPT O3 റിസർച്ച് സെർച്ച് അല്ല, ഡീപ് റിസർച്ച് ആണ്. അങ്ങനെ തന്നെയല്ലേ ആ വാക്ക്? ഞാൻ പറഞ്ഞതല്ലേ ഇതിന്റെ കറക്റ്റ്? അല്ല, വെളിവില്ല, വെള്ളിയാഴ്ചയില്ല. O3-ല് ഒരു ടൂളിന്റെ പേരാണ് ഡീപ് റിസർച്ച് എന്ന് പറയുന്നത്. കേൾക്കൂ, ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഇടപെട്ടാൽ ഇത് ഇനിയിപ്പോ തീരൂല. അതാണ് ഇത്രേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഡീപ് റിസർച്ച് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 മിനിറ്റ് റൺ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഒരെണ്ണം കൈ കിട്ടും. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. അതേസമയം ഞാൻ ചെയ്യുന്നത് എങ്ങനെയല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പും നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നത്. അതാണ് ഇതിന്റെ വ്യത്യാസം. ഇനി ഇപ്പൊ ഈ ഫ്രീയും പെയ്ഡും തമ്മിൽ വ്യത്യാസം ഇല്ലെന്നാണല്ലോ ഇവിടെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. ആണെങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ AI O3 മോഡൽ. ഇത് റീസണിംഗ് മോഡലാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഈ O3 O4 മിനി ഇത് രണ്ടും ഇതാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് സുപ്പീരിയർ? ഇതാണ് ഇതിനകത്തുള്ള അടുത്ത ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ചത് ഇലക്ട്രിക് മോട്ടോർ, രാഹുൽ ഈശ്വർ ഉപയോഗിച്ചത് കയറും ബക്കറ്റും ആണെന്നാണ്. ഇതാണ് വാസ്തവം. എന്തുകൊണ്ടാണ്? അത് ഞാനല്ല പറയുന്നത്. AI-യുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ അതിന് താഴെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇത് ഏപ്രിൽ 16 വന്ന വാർത്തയാണ്. ഈ പേജിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ OpenAI O3 എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വായിക്കാം. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ വാട്ട് ഹാസ് ചേഞ്ച്ഡ് എന്നിട്ടുള്ള ഒരു പാസേജ് അവിടെ കാണാം. അതിൽ കാണാം OpenAI O3 ഈസ് അവർ മോസ്റ്റ് പവർഫുൾ റീസണിംഗ് മോഡൽ. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇനി O4 അല്ല 4O ആണ്. ഇന്ന് മുതൽ ഇവിടുത്തെ ഫ്രോഡ് രാജാവ് നീയാണ്. ChatGPT 4O തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിനകത്തുള്ള റീസണിംഗ് മോഡലിലാണ് വ്യത്യാസം വരുന്നത്. പിടികിട്ടിയോ? അതാണ് അതിന്റെ കാര്യം. ഇത്തരം സന്ദർഭങ്ങളിൽ ധീരന്മാർ സ്ഥിരമായി പറയുന്ന വാക്കെന്താണെന്നറിയാം. ഇനി അടുത്തത് ഇതിന്റെ വ്യത്യാസം, എന്തുകൊണ്ട് O3 പവർഫുൾ ആവുന്നു. അതിന്റെ എക്സാമ്പിൾസ് അവരുടെ തന്നെ ചിത്രങ്ങളാണ്, ഞാനിത് എടുത്ത് പറയുന്നൊന്നുമില്ല. അതിനകത്ത് നിൽക്കുകയാണ് എങ്ങനെയാണ് O3 സുപ്പീരിയർ ആവുന്നത് എന്നുള്ളതിന് ഇഷ്ടംപോലെ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ അവിടെ കാണും. ഇതൊന്നും ഞാൻ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലൊക്കെ അവിടെ കാണാം. ഇനി ഇത് ഫ്രീ വേർഷനും പെയ്ഡ് വേർഷനും ചെയ്യുമ്പോൾ വ്യത്യാസം എന്താണെന്നുള്ളത്. ഫ്രീ വേർഷനിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം നമ്മൾ ചോദിച്ചത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. അത് ഇവിടെ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതേ ചോദ്യം ഞാൻ നമ്മുടെ പെയ്ഡ് വേർഷനിൽ ഞാൻ ചോദിച്ചിരിക്കുകയാണ്. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. पिक्चर अभी भी बाकी है भाई.